സംസ്ഥാനത്ത് ക്രമക്കേട് കണ്ടെത്തിയ 12 സഹകരണ ബാങ്കുകളുടെ പേരുവിവരങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചു ഇ.ഡി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും ഹൈക്കോടതി അറിയിച്ചു. പലരുടെയും മൊഴികളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളുടെ പങ്കും പുറത്തു വന്നു എന്നതാണ് ഇ.ഡിയുടെ നിലപാട്. എസ് രാഗിനാണ് വിവരങ്ങളുമായി. രാഗിൻ, കരുവന്നൂരിന് പിന്നാലെ ഈ 12 ബാങ്കുകളിലെ ക്രമക്കേട് കൂടി ഇ.ഡി കോടതിയെ അറിയിക്കുമ്പോൾ എത്രത്തോളം വലിയ ക്രമക്കേടുകളാണ് കണ്ടെത്തി കോടതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഈ രാഷ്ട്രീയ നേതാക്കളുടെ പങ്കിനെക്കുറിച്ചുള്ള കണ്ടെത്തൽ എന്താണ്? കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉള്ള ഹർജികളിൽ അതിലെ എതിർ സത്യവാങ്മൂലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഇ.ഡി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകളുടെ വിശദാംശങ്ങളാണ് ഇ.ഡി കോടതിയെ അറിയിച്ചത്. അതിൽ പ്രധാനമായും അയ്യന്തോൾ സഹകരണ ബാങ്കുണ്ട്, തുമ്പൂർ സഹകരണ ബാങ്കുണ്ട്, നടക്കൽ സർവീസ് സഹകരണ ബാങ്കുണ്ട്, മാവേലിക്കര ബാങ്കുണ്ട്, മൂന്നിലവ് ബാങ്കുണ്ട്, കണ്ടല, പെരുങ്കവിള, മൈലപ്ര, ചാത്തന്നൂർ, BSNL എഞ്ചിനീയേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക്, കോന്നി റീജിയണൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, മറയാമുറ്റം സർവീസ് സഹകരണ ബാങ്ക്, ഇത്രയും 12 ബാങ്കുകളുടെ വിശദാംശങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെയും സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയതായി ഇ.ഡി അഫിഡവിറ്റിൽ പറയുന്നുണ്ട്. അതിൽ രാഷ്ട്രീയ നേതാക്കളെ ബന്ധപ്പെടുത്തുന്ന പല മൊഴികളുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഓരോന്നിലും ഇത്തരത്തിലുള്ള സമൻസ് നൽകുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കരുവന്നൂരിലെ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ് എന്നും ഇ.ഡി കോടതിയെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസിലാണ് സുപ്രധാനമായി ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ ഇ.ഡി കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്ന ഒട്ടനവധി സർവീസ് സഹകരണ ബാങ്കുകളുണ്ട്. ഇ.ഡിക്ക് തന്നെ ഏകദേശം ഒരു 140 ബാങ്കുകളുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ചില ബാങ്കുകളിലടക്കം ഇ.ഡി പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അത്തരം ബാങ്കുകളുടെ വിശദാംശങ്ങൾ ഇതിലേക്ക് വന്നിട്ടില്ല. മറിച്ച് ECIR FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകളുടെ വിശദാംശങ്ങളാണ് ഇ.ഡി കോടതി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി, വളരെ പ്രധാനപ്പെട്ട അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കോടതിയിൽ ഇ.ഡി അറിയിച്ചത്. രാഗിനാണ് വിവരങ്ങൾ കൊച്ചിയിൽ നൽകിയത്.